മോനെ പോയി വീഡിയോ എടുക്കട്ടെ. പാത്രം മറ്റേ വലിയ പാത്രം രണ്ട് പാത്രം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ കൊമ്പുച്ച മാംഗോ ഫ്ലേവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള കൊമ്പുച്ചയുടെ കുപ്പികളാണിത്. ഏകദേശം ഒരു 10 ദിവസത്തിന് മേലായിട്ട് ഫെർമെന്റ് ആയിട്ടുള്ള ഒരു കുപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ഫ്ലേവർ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഫെർമെന്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ്. നമ്മളെന്തായാലും 2 കുപ്പി എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 കുപ്പിക്ക് അത് കൊള്ളുമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇച്ചിരി കൊതി വന്നിട്ട് ഞാൻ എടുത്ത് കുടിക്കാമല്ലോ. അതുകൊണ്ട് ഒരു കുപ്പിക്ക് അത് ഇച്ചിരി കുറവുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഫില്ല് ചെയ്യുന്ന മാക്സിമം ഫില്ല് ചെയ്യാം. ഈ ചോപ്പൊക്കെ നമുക്ക് കൊള്ളാം. ഇതുണ്ടോ, ചിക്കൻ്റെ ചോപ്പാണ്, ഫണൽ എന്ന് പറയും. ചോപ്പ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയാനും പറയാറുണ്ട്. ശ്രേയസ് നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. എൻ്റെ നാട്ടിൽ മണ്ണെണ്ണ വയ്ക്കുന്ന സാധനം, മണ്ണെണ്ണ വയ്ക്കുന്ന സാധനം എന്തായാലും ഒഴിക്കാം. ഇത് കുടിച്ചു നോക്കിയതാ, അത്യാവശ്യം നല്ല സെറ്റ് സാധനമാണ്. ഓർജിനത് വേണം. അടുത്തു ഈ കുപ്പി എടുത്ത് നടത്താൻ, കാരണം നമുക്ക് 2 കുപ്പി ഫില്ല് ചെയ്ത് വെക്കണം. 2 കുപ്പി ഫില്ല് ചെയ്യാനുള്ള സാധനം നമ്മുടെ കുറവാണ്. ഇതേപോലെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണും, താഴെ കമന്റിലോ അല്ല എവിടെയെങ്കിലും നോക്കി കാണും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഞാൻ ഇട്ടേക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്തത് നല്ല അടിപൊളിയായിട്ട് പെർമനന്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിട്ടിരുന്നുണ്ടോ നമുക്ക് അടുത്ത ഇടാൻ വേണ്ടി കോപ്പിയുണ്ട്. അപ്പോൾ ഇത് നല്ല ശുദ്ധമായ ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നത്. അതാകുമ്പോൾ നല്ല മധുരം വെക്കണം. നമ്മൾ പ്രത്യേകിച്ച് മധുരം ഒന്നും ഉണ്ടോ പെർമനന്റ് ആവാൻ വേണ്ടി. ഇതുണ്ടല്ലോ, ഇതിനു മുമ്പ് ഞാൻ ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ഓറഞ്ച് ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ്റെ ഒക്കെ കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ട്, രണ്ടാക്കി അതാണ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി മധുരം കുറവായിരിക്കും. മധുരം മൊത്തം ഇടുന്ന സ്കോപ്പ് ഇങ്ങനെയുള്ള ബാക്ടീരിയ കഴിച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക കാർബൺ ഡയോക്സൈഡ് കിട്ടിയോ, അതാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, ഇത്ര മതി. ബാക്കി നമുക്ക് കുടിക്കാം. ഇതെന്തായാലും അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. 2 or 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് കൊമ്പുച്ച. ഏത് കൊമ്പുച്ച? ഓറഞ്ച് കൊമ്പുച്ച. ബൈ ഗൈസ്. ബൈ അല്ല, 2 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഗ്യാസ് പൊട്ടിക്കുന്ന വീഡിയോ ഇടുന്നതാണ് ഗൈസ്. 1 eternity later. ഹലോ ഗൈസ്, 3 ദിവസം വെച്ച് നമ്മൾ ഫെർമെന്റ് ചെയ്ത് തണുപ്പിച്ചെടുത്ത് നമ്മളുടെ ഓറഞ്ച് ഫ്ലേവർ കൊമ്പുച്ചയാണ് ഈ കയ്യിലിരിക്കുന്നത്. നല്ല പതയൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പറക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇത് പൊട്ടിക്കാം. മോനെ പോയി വീഡിയോ എടുക്കട്ടെ. പാത്രം മറ്റേ വലിയ പാത്രം രണ്ട് പാത്രം. മോനെ സാധനം സെറ്റ് പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പൊ സക്സസ്. യെസ്, ഇത് 2 ദിവസം 3 ദിവസം വെച്ച് ഫെർമെന്റ് ചെയ്ത് 1 ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഐറ്റമാണ് നമ്മളുടെ ഓറഞ്ച് കൊമ്പുച്ച. ഇറ്റ്സ് ഹിയർ ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പോകുന്ന കാണാൻ പറ്റില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും പതച്ച് പൊക്കിയിട്ടുണ്ട് ഗൈസ്. പതച്ച് പൊങ്ങിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം സാധനമായിരിക്കും.
എന്തായാലും കുപ്പിയുടെ കാര്യം തീരുമാനം കുപ്പി പോയി, കുപ്പിയുടെ അടപ്പൊക്കെ തെറിച്ച് പോയി. കയറ്റിയിടാൻ പറ്റുമോ നോക്കണം, കയറ്റിയിടാൻ പറ്റുവാണെങ്കിൽ അടിപൊളി സാധനം. അപ്പൊ ഗൈസ് നോക്കുകയാണെങ്കിൽ കാണാം, നല്ല അടിപൊളി ഓറഞ്ച് കൊമ്പൂച്ച അടിപൊളിയായിട്ട് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ വീഡിയോ, ഫുൾ വീഡിയോ, ഇതിന് മുമ്പുള്ള മറ്റേ എങ്ങനെയാണ് നമ്മൾ കൊമ്പൂച്ച ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ മൊത്തം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണാം. എന്നിട്ട് എങ്ങനെയാണ് ഫ്ലേവർ ചെയ്യുന്നത് എന്നുള്ള ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഗൈസ് ഗുഡ് ബൈ.